നമസ്കാരം. ഞാൻ നുസ്രത്ത്. ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തമാണ് കേരളത്തിൽ വയനാട്ടിൽ സംഭവിച്ചത്. ഇതൊരു ദേശീയ ദുരന്തമായി തന്നെ പ്രഖ്യാപിക്കണമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് നമ്മുടെ പാർട്ടിയുടെ പ്രസിഡന്റ് അഭ്യർത്ഥിച്ചിരിക്കുന്നു. ഇതുപോലെ തന്നെ ഇതിലെടുത്തു പറയേണ്ട വലിയൊരു കാര്യമാണ് ഇന്ന് 32 മണിക്കൂർ കൊണ്ട് വയനാട്ടിലൊരു പാലം ആർമി ചെയ്തു എന്നത്. 74 അടി നീളത്തിലുള്ള കുറുകെയുള്ള ഒരു പാലം പീസായിട്ട് ആർമി അവിടെ കൊണ്ടുവന്ന് സെറ്റിൽ ചെയ്തു എന്ന് പറയണ ഒരു ബെയിലി പാലം എന്ന് പറയപ്പെടുന്ന 2ാം ലോകമഹായുദ്ധകാലത്ത് നിർമ്മിച്ച ബെയിലി എന്ന ആളുടെ പേരിലാണ് ഫുൾ നെയിം. അന്ന് നിർമ്മിച്ചു കൊടുത്ത ആ പാലത്തിൻ്റെ അതേ മാതൃക ഇന്ത്യയും ഏറ്റെടുത്ത് ഇതുപോലെ ആപത്ത് ഘട്ടങ്ങളിലും യുദ്ധസ്ഥലങ്ങളിലും ഒക്കെ യൂസ് ചെയ്യണ പാലാണെന്ന് 32 മണിക്കൂർ കൊണ്ട് വയനാട്ടിൽ വന്നത്. അപ്പോൾ എല്ലാ സ്ഥലത്തും കാര്യങ്ങൾ സാധ്യമാകും എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് 3 മണിക്കൂർ കൊണ്ട് ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ രക്ഷാദൗത്യം നരേന്ദ്രമോദി വയനാട്ടിൽ ഒരുക്കിയത്. സ്റ്റേറ്റിനെയോ CM-നെയോ ആരുടെ റിക്വസ്റ്റോ ആരെയും കാത്തിരിക്കാതെ വയനാട്ടിൽ ആർമിയെ ഇറക്കി. ആർമി, നേവി, NDRF എല്ലാം വന്നു രക്ഷാദൗത്യം ഒരുക്കിയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പെട്ടെന്ന് ഇത്രയും ബോഡികൾ കിട്ടാൻ വന്നത്. 300ഓളം മൃതദേഹങ്ങളും അവശിഷ്ടങ്ങളും നമുക്ക് കിട്ടിക്കഴിഞ്ഞു എന്നാണ് കണക്ക്. പക്ഷേ ഇനിയും എത്രയോ പേര് മണ്ണിൻ്റെ അടിയിലും വെള്ളത്തിലും ചാലിയാർ പുഴയിലും. അപ്പോൾ തീർച്ചയായിട്ടും ഇവരെയൊക്കെ വീട് നഷ്ടപ്പെട്ടവർ, ഉറ്റവരും ഉടയവരും ഇല്ലാത്തവർക്ക് ഇവർക്ക് രക്ഷ ഒരുക്കി വയനാട്ടിൽ നമ്മൾ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ പേരിൽ നമ്മൾ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി ഉടനെ വയനാട്ടിലെത്തും എന്ന് ജനങ്ങളെ അറിയിച്ചു.